ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്നിവിടെ ഒരു കിടിലൻ ഡിന്നർ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. ചീസി ചിക്കൻ പറാത്ത. ഡിന്നറിന് ചപ്പാത്തിയും ഗോതമ്പ് ദോശയൊക്കെ കഴിച്ച് മടുത്തവർക്ക് വേണ്ടിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആലു പറാത്തയുടെ അതേ രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ മോസറില്ല ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസൊക്കെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമായിരിക്കും. ആദ്യമായി നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുത്ത് വെക്കണം. ചപ്പാത്തി മാവ് കുഴക്കാനായി ഞാനിവിടെ 3 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഈ 3 കപ്പ് ഗോതമ്പ് പൊടി ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇത് കുഴച്ച് വെക്കാൻ ആവശ്യമായ വെള്ളം എടുത്തിട്ടുണ്ട്. ഈ എടുത്തു വെച്ച വെള്ളത്തിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ വെള്ളം അല്പാൽപമായി ഒഴിച്ച് ചപ്പാത്തി മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളമൊക്കെ കൂടി പോവരുത്. ചപ്പാത്തി മാവിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ കുഴച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആവുന്നതുവരെ കുഴച്ചെടുക്കണം. ഇനി ഇത് ഞാൻ വൃത്തിയാക്കി വെച്ച കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ട് നല്ല സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഇതുപോലെ കുഴച്ചെടുത്താലാണ് നല്ലതായിട്ട് സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. ഇനി ഞാനിത് ഈ പാത്രത്തിലേക്ക് വെച്ച് ഇതിൻ്റെ പുറത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് ഒന്ന് അടച്ചു വെക്കാൻ പോവുകയാണ്. നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ തേച്ച് കൊടുത്ത് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതേ സമയം നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്ക് പകരം കുക്കിംഗ് ഓയിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ പച്ചമുളക് ചെറുതായി അരിഞ്ഞതാണിത്. ഇതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തത് കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാനായി ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിങ്ങനെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മസാല ചേർക്കണം. അതിനു മുന്നേ നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി ചില്ലിയാണ്. എരിവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 സ്പൂൺ ചിക്കൻ മസാല കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ മസാലകളും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നവരെ നമുക്കിത് വഴറ്റി കൊടുക്കാം.
കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത്. ഇത് ഞാനൊന്ന് കൈ കൊണ്ട് പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം 1 കപ്പ് അളവിലുള്ള ചിക്കനാണിത്. നമുക്ക് ഈ ചിക്കൻ കൂടി ഈ മസാലയിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ ചിക്കൻ്റെ എല്ലാ സൈഡിലും ആകത്തക്ക വിധം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ചതച്ച് വെച്ച പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടാതെ കുറച്ച് മല്ലിയില പൊടിയായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലൊക്കെ മസ്റ്റായിട്ടും ചേർക്കണം. നന്നായിട്ട് ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഈ മിക്സ്ചറിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ട കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. മുട്ട കൂടി ചേർത്ത് മുട്ട വേവുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒട്ടും വെള്ളമില്ലാത്ത വണ്ണം വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിതൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം. ഇനി നമുക്ക് പറാത്ത പരത്തിയെടുക്കാം. കുഴച്ച് വെച്ച പറാത്തയുടെ മാവ് ഇവിടെ നല്ലവണ്ണം സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. ചപ്പാത്തിയുടെ പോലെ ചെറിയ ബോൾസ് ആക്കരുത്, കുറച്ച് വലിപ്പത്തിൽ തന്നെയുള്ള ബോൾസ് ആക്കി എടുക്കണം. ഞാനിവിടെ ഇതെല്ലാം കൂടെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാൻ പോവുകയാണ്. എല്ലാം തന്നെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. 3 കപ്പ് ഗോതമ്പ് പൊടിയിൽ നിന്ന് എനിക്കിവിടെ 7 ബോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇനി കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. ഇവിടെ ഒരു റോളിംഗ് പിൻ ഉപയോഗിച്ച് നമുക്ക് പരത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി, കനം കുറഞ്ഞ് പരത്തരുത്. അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാനുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഒരു 2 സ്പൂണോളം ചിക്കൻ്റെ ഫില്ലിംഗ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റായ മൊസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കാം. ചീസ് ഞാനിവിടെ ഒരു ഗ്രേറ്റർ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂണോളം മൊസറല്ല ചീസും കൂടി വെച്ച് കൊടുത്ത് ഇതിൻ്റെ സൈഡുകളൊക്കെ നന്നായിട്ട് നമുക്ക് ഉള്ളിലോട്ട് മടക്കിയെടുക്കാം. ഇത് പരത്തിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോവാത്ത വിധത്തിൽ വേണം നമ്മളിത് മടക്കി കൊടുക്കാൻ. ഇതുപോലെ നല്ലവണ്ണം ഉള്ളിലോട്ട് മടക്കി കൊടുത്ത് കുറച്ച് പൊടി കൂടിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് ശേഷം ഒരു റോളിംഗ് പിൻ വെച്ച് നമുക്ക് പതിയെ പരത്തിയെടുക്കാം. ഏകദേശം ഇത്രയും കട്ടിയിൽ തന്നെ ഇത് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. വളരെ നേർത്തതായി പോയാൽ ഇതിലെ ഫില്ലിങ്സ് ഒക്കെ പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഞാൻ ഇതുപോലെ 7 ബോൾസും പരത്തിയെടുത്ത് ഒരു പാത്രത്തിൻ്റെ മുകളിലേക്കായി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പറാത്തയൊക്കെ ചുട്ടെടുക്കാം. ഇതിനായി ഒരു തവ വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്ത് കൊടുക്കാൻ. ഒരു സൈഡ് കുക്കായി വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം കുക്കായി വരുമ്പോൾ നമുക്ക് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. പറാത്തയിൽ നെയ്യൊക്കെ അത്യാവശ്യം ചേർക്കുക തന്നെ വേണം. നെയ്യ് ചേർക്കുമ്പോഴാണ് പറാത്തയ്ക്ക് നല്ല രുചി വരുന്നത്. 2 സൈഡും നമുക്ക് തിരിച്ചിട്ട് കൊടുത്ത് നെയ്യൊക്കെ ചേർത്ത് അടച്ചു വെച്ച് കൊടുക്കാം. ഇങ്ങനെ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴാണ് പറാത്ത പൊങ്ങി വരുന്നത്. ഏകദേശം ഇവിടെ പറാത്ത വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പറാത്തയ്ക്ക് നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമോ അറിയില്ല. ഇവിടെ നന്നായിട്ട് ഇത് പൊങ്ങി വരുന്നുണ്ട്. പറാത്ത ഇങ്ങനെ പൊങ്ങി വരുമ്പോഴാണ് സോഫ്റ്റ് ആവുന്നതും അതിന് ഉള്ളിലുള്ള ചീസൊക്കെ നന്നായിട്ട് മെൽട്ടായി വരുന്നതും. 2 സൈഡും കുക്കായി കഴിഞ്ഞാൽ നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള പറാത്തകൾ കൂടി നമുക്ക് ചുട്ടെടുക്കാം.
നമുക്ക് ഇനി ഈ പറാത്ത പുളിയില്ലാത്ത കട്ടി തൈരിൻ്റെ കൂടെ സെർവ് ചെയ്യാം. തൈരിലോട്ട് കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ചീസി ചിക്കൻ പറാത്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ്റെ പീസസൊക്കെ കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഫില്ലിങ്സ് യൂസ് ചെയ്യാം. പറാത്തയുടെ മുകളിലേക്ക് ഒരു കഷ്ണം ബട്ടർ കൂടി വെച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.